ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് KAS എക്സാമിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ എന്താണെന്നറിയാമോ? ഞാനൊക്കെ പഠിച്ച KAS കിട്ടുമോ, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് KAS എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, KASൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 9 ഡിഗ്രി പാസ്സായിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. നമുക്കൊരു കളക്ടർ ആവണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വലിയ സ്വപ്നങ്ങളാണ് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തുക, അല്ലേ? അപ്പോൾ KAS അതിനൊക്കെ നല്ലൊരു അവസരമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ പഠിച്ചു തുടങ്ങണം. അപ്പോൾ KASന് എക്സാം ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാന് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നമുക്കറിയാം, പരീക്ഷയുടെ സൈഡിലൊക്കെ വളരെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ട് തന്നെ നമ്മളൊരു പറയുകയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ചോദിച്ചത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്, 10 മാർക്കിൻ്റെ. വേൾഡ് ഹിസ്റ്ററി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരള ഹിസ്റ്ററി 10, കേരള കൾച്ചർ 10. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പേപ്പർ 1 മറ്റൊരു പ്രധാനപ്പെട്ട പേപ്പറാണ് ഏത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസ്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസിൽ നിന്ന് എത്ര മാർക്കാണ്? 30 മാർക്ക്. ഇനിയും റീസണിങ്ങിൽ നിന്നോ? റീസണിങ് 15 മാർക്ക്, ജോഗ്രഫി 15 മാർക്ക്. അപ്പം നമ്മൾ സാധാരണ പഠിക്കുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ടോപ്പിക്കിലെ ഇവിടെ രാവിലത്തെ എക്സാമിന് വരുന്നത് എന്തായിരിക്കും? റീസണിങ് ആൻഡ് എന്തായിരിക്കും? ആപ്റ്റിറ്റ്യൂഡാണ് നമുക്ക് ഒരു ആദ്യത്തെ പേപ്പറിൽ വരുന്നത്. എന്നാൽ സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ എന്ത് മാർക്കൊക്കെയാണ് വരുന്നത്? എക്കണോമിക്സ് വലിയൊരു പോർഷനാണ്. അതിൽ നിന്നും 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി 25 മാർക്ക്, ലാംഗ്വേജ് ഇംഗ്ലീഷ് 20, മലയാളം 30 മാർക്ക്. അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജിയും എക്കണോമിക്സ് എന്ന് പറയുന്നത് കേരള ഉൾപ്പെടെയുള്ള എക്കണോമിക്സാണ് വരുന്നത്. അതും സയൻസ് ആൻഡ് ടെക്നോളജിയും നമ്മുടെ മലയാളവും ഇംഗ്ലീഷും കൂടിയാണ് നിങ്ങൾക്ക് പേപ്പർ 2 വരുന്നത്, അല്ലേ? അപ്പോൾ പേപ്പർ 1 എന്താണ്, പേപ്പർ 2 എന്താണ്, ഇത് നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സിലബസ് വേണമെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വേണമെങ്കിൽ ഞാൻ താഴെ ഒരു ഫ്രീ ഗ്രൂപ്പ് പിൻ ചെയ്തിരിക്കാം. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സിലബസ് പറഞ്ഞു, ഇനി എങ്ങനെ പഠിക്കണം? അപ്പോൾ നോക്കിക്കോളൂ, സിലബസ് ബേസ് ചെയ്ത് ഫുള്ള് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ തപ്പി അല്ലെങ്കിൽ ബുക്കുകൾ തപ്പി പഠിക്കാനൊന്നും സമയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസും പഠിച്ച് മാക്സിമം പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കണം നമ്മുടെ പ്ലാൻ. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, അയ്യോ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നു, എനിക്കിത് പാസ്സാകാൻ പറ്റിയില്ലെങ്കിലോ എന്ത് ചെയ്യും? ഞാൻ ഉറപ്പിച്ച് പറയും, നമ്മുടെ ആസിഫ് സാറ് പറഞ്ഞതുപോലെ അലിയാർ KAS എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സാറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. അതിൽ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു എക്സാമിന് KAS പോലെ അല്ലെങ്കിൽ സിവിൽ സർവീസ് പോലെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം പ്രധാനമായും നമ്മൾ പാസ്സാകുക അതിനേക്കാളുപരി നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്കൊരിക്കലും വെറുതെ ആവില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സഹായകരമാകുന്ന കുറച്ചധികം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഞാൻ എന്തിനിത് പഠിക്കണം? അങ്ങനെയാണെങ്കിൽ ഞാൻ 1 തൊട്ട് ഡിഗ്രി വരെ എന്തിനാണ് പഠിച്ചത്? നമ്മളൊരു ജോലിക്ക് വേണ്ടിയല്ലേ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി കഴിഞ്ഞ തവണ നമ്മുടെ 104 പേര് KASകാരായിട്ട് ജോയിൻ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെയൊക്കെ ജില്ലകളിൽ നോക്കിയാൽ അറിയാം, IAS എന്ന് എഴുതി വെച്ചതുപോലെ തന്നെ അത് ആ പേര് KAS എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ KASകാരുടെയും ഒഫീഷ്യൽ വീടുകളുടെ മുമ്പിൽ. അപ്പോൾ നമുക്കറിയാം അത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യണം. ഇനി ഞാനൊരു KASന് നമ്മളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ ലൈവ് സെഷനിലൂടെ നൽകുകയാണ്. ലൈവ് സെഷനുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഞായറാഴ്ചകളും ഒക്കെ അവധി ദിവസങ്ങളും പിന്നെ ഒരു വിഷു വരുന്നുണ്ട്, ഈസ്റ്ററൊക്കെ ഉണ്ട്, ഇതിനിടയ്ക്ക് പോകുന്നതാണ്. അങ്ങനെയൊക്കെ ഒഴിവാക്കിയാലും ഒരു 60 ദിവസം കിട്ടും. ആപ്പിൽ ക്ലാസ്സുകളുണ്ട്, ആപ്പിലെ ക്ലാസ്സുകൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്.
അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ലൈവ് ക്ലാസ്സുകളുമായിട്ട് എത്തുകയാണ്. ലൈവ് ക്ലാസ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അവിടെ വരുന്നത്. ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യനും എന്തായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ CSAT ക്വസ്റ്റ്യൻസ്, UPSC ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയും മിക്സ് ചെയ്ത് കേരള PSC ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ മിക്സ് ചെയ്ത് കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കി തന്നെ സബ്ജക്റ്റ് വൈസ് കവർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം നോക്കിക്കോളൂ, ജനറൽ സ്റ്റഡീസിന് ഒരു 50 മണിക്കൂറിൻ്റെ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. 50 മണിക്കൂറിൻ്റെ സെഷനകത്ത് ഓരോ സബ്ജക്റ്റിനും എങ്ങനെ കൊടുക്കണം, ഈ മാർക്കിനെ ബേസ് ചെയ്ത് ഈ സബ്ജക്റ്റുകളെ ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുകയാണ്. ഹിസ്റ്ററി, ഇന്ത്യ ആൻഡ് കേരള 12 മണിക്കൂറിൻ്റെ സെഷൻസ് കൊടുക്കുന്നു, ലൈവ് സെഷൻസ് കൊടുക്കുന്നു. ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ, മോഡേൺ പീരീഡ്, കേരള ഹിസ്റ്ററി ആയിരിക്കും കൂടുതലും അവിടെ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് 6 മണിക്കൂർ. അപ്പോൾ അവിടെ എന്തായിരിക്കും, നിങ്ങൾക്ക് ഈ 6 മണിക്കൂറിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തപ്പിയെടുക്കുമ്പം നമുക്ക് ചിലപ്പോൾ 60 മണിക്കൂറായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ക്രിസ്പി ആയിട്ട് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് മോഡൽ എക്സാംസ് ഉൾപ്പെടുത്തി അങ്ങനെ ഓരോന്നും പോകുകയാണ്. വേൾഡ് ഹിസ്റ്ററി 2 മണിക്കൂർ, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള 6 മണിക്കൂർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വലിയ ടോപ്പിക്കിനെ നമുക്ക് ഒരു 8 മണിക്കൂർ 4 ക്ലാസ്സുകളെടുത്ത് അങ്ങനെ തന്നെ പഠിച്ച് ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റും. KS എന്ന് പറയുന്ന സ്വപ്നമാണ്. ഇപ്പോൾ പഠിക്കാൻ പുറത്തു പോകാൻ പറ്റുന്നില്ല, ജോലിയോടൊപ്പം നോക്കിയാണ്. സ്ട്രീം 1-ലുള്ളതാണ്, 2-ലുള്ളതാണ്, 3-ലുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നമ്മുടെ കണക്കും മലയാളവും ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ വന്നേക്കുന്നത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറണ്ട് അഫെയർസ് തന്നെയാണ്. ഈ സബ്ജക്റ്റുകളെ എല്ലാം ബേസ് ചെയ്തിട്ട് കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേപ്പർ 1 ഇങ്ങനെ തീരും, പേപ്പർ 2 ഇങ്ങനെയാണ് തീരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്ലാനാണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ 10 മണിക്കൂർ ക്ലാസ്സുകൾ കൃത്യം. നിങ്ങൾക്കറിയാം, ഓരോ സബ്ജക്റ്റിനും ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അല്ല, MCQ ലെവലിൽ തന്നെയാണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിനെ മാക്സിമം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് പഠിപ്പിക്കാൻ തന്നെയാണ്, എലിമിനേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇനിയും KS എന്ന് പറയുന്ന സ്വപ്നം 32 വയസ്സ് വരെ ഏതൊരു ജനറൽ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ സ്ട്രീം 1-ൽ ഡിഗ്രി പാസ്സായി ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അത് കുറച്ചുകൂടി എളുപ്പമുള്ള രീതികളാണ്. അപ്പോൾ KSൻ്റെ ബാച്ച്, പ്രിലിംസ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈവ് ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. ഈ സമയത്ത് വേഗം അങ്ങ് ജോയിൻ ചെയ്തോളൂ. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെയാണ് നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു അവസരം ഇനിയും വരാൻ പോകുന്നില്ല. KSൻ്റെ ഫ്രീ ഗ്രൂപ്പുകളുമുണ്ട്, അതിലും നമുക്ക് കണ്ടൻറ്റുകളും കറണ്ട് അഫെയർസുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അതും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ 60 അല്ലെങ്കിൽ 65 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആകും. ഒരു മാറ്റവുമില്ല, പഠിക്കണം, എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. നമുക്ക് CCയോടൊപ്പം തന്നെ പഠിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. എന്ത് സംശയം KSനെ പറ്റി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളോട് കണക്ട് ചെയ്യാം. വീണ്ടും കാണാം വീഡിയോസുമായിട്ട്. താങ്ക് യു സോ മച്ച്.